നമ്മൾ വളരെ വ്യക്തമാണ്, കേരളത്തിൽ UDFന്റെ അതിശക്തമായ തിരിച്ചുവരവാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ശബരിമല ഒരു പ്രശ്നമേ ആയിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയൊക്കെ ശബരിമലയെ പുച്ഛിച്ച് തള്ളുമായിരുന്നല്ലോ. അത് അവരുടെ നിലപാടതായിരുന്നു. ഞങ്ങൾ ആദ്യം മുതലേ അക്കാര്യത്തിൽ ഉറച്ച നിലപാടുമായിട്ട് നിൽക്കുകയായിരുന്നു. കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, CPM എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടായിട്ടുള്ള ആശയദാരിദ്ര്യം, അവരുടെ എല്ലാം ഐഡിയോളജി തകർത്തെറിഞ്ഞ് ഇപ്പം അവർക്ക് ഐഡിയോളജി ഒന്നുമില്ല. അത് പാർട്ടി തീരുമാനിക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? മോഡിയുടെ മുന്നിൽ കവാത്തു മറക്കുന്ന ശൈലി തുടരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ CPM BJP നെക്സസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം എന്തുകൊണ്ടാണ് കാരണസഹിതം ഞാൻ പറഞ്ഞത് 1, 2, 3 ഓരോ കാരണസഹിത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെന്റ് സാധാരണക്കാരനെ മറന്നുകൊണ്ട് പോകുന്നൊരു ഗവൺമെന്റ് ആണെന്നായിരുന്നു. ഇതുപോലെ തന്നെ ശബരിമല വിഷയവും ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. അതോടൊപ്പം UDFന്റെ സ്ഥാനാർത്ഥികൾ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ പോരാട്ടം നടത്തിയത്. ഇപ്രാവശ്യത്തെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അറേഞ്ച്മെന്റുകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഞങ്ങളുടെ ഏറ്റവും സുപ്രധാന തീരുമാനം അത് വലിയ വിജയമായി എന്നാണ് എന്റെ വിശ്വാസം.